നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് സാറ്റേൺ, ശനി എന്ന പ്ലാനറ്റ്, ഗ്രഹത്തെ കുറിച്ചാണ്. നവഗ്രഹങ്ങളിൽ ഒരുപാട് സ്വാധീനം ഉള്ള ഒരു ഗ്രഹമാണ് ശനി. പ്യൂരിഫയറാണ്. അതിൻ്റെതായ വലിയ ഒരു സ്ഥാനം നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. ഈ നമ്മുടെ രാശിചക്രത്തിൽ കാലപുരുഷന്റെ 10ഉം 11ഉം വീടുകൾ, ഹൗസസ്, ശനിയുടേതാണ്. അതായത് കർമ്മത്തിൻ്റെയും ലാഭത്തിൻ്റെയും, ലാഭം കർമ്മത്തിൻ്റെ ഫലം ശനി ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ശനി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ടീച്ചറാണ് ശനി. യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള പാഠങ്ങൾ തന്നു നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഗ്രഹമാണ്, ഒരു ദൈവമാണ് ശനി. ഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം ഉള്ളത് ശനിക്ക് മാത്രമാണ്. ശനിയെ നമ്മൾ ശനീശ്വരൻ എന്നാണ് വിളിക്കുക. അപ്പോൾ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കണം, കാരണം നമ്മുടെ മെൻ്റൽ പ്യൂരിഫിക്കേഷൻ കർമ്മത്തിൽ കൂടി അത് നമുക്ക് കിട്ടുന്നത് ശനിയാണ് അത് തരുന്നത്. ശനിയെ നമ്മൾ പഠിക്കണം. കർമ്മത്തിൻ്റെ ഒരു 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 എംബഡിമെൻ്റ് ഓഫ് കർമ്മ, അതാണ് ശനിയാണ് കർമ്മം. അതുപോലെ ധർമ്മം, നീതി. ശനിയാണ് നമ്മുടെ ശരി തെറ്റുകൾ ഒരുപാട് വിശകലനം ചെയ്തിട്ട് നമുക്ക് വേണ്ട ഗുണങ്ങളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമുക്ക് ശിക്ഷയും തരുന്നത് ശനിയാണ്. ഡിസിപ്ലിനാണ്, അച്ചടക്കം ശനിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എന്തിൻ്റെയും ഫണ്ടമെൻ്റൽ ബേസ്, സ്ട്രക്ചർ, അത് ശനിയാണ്. അത് എല്ലാറ്റിനും ശനിക്ക് ഒരു റെസ്ട്രിക്ഷനുണ്ട്, നിബന്ധനയുണ്ട്. പല ആൾക്കാർക്കും അത് തൃപ്തിയാവില്ല, പക്ഷേ അത് എതിർക്കും. പക്ഷേ ആ എതിർപ്പ് ശരിയല്ല. എല്ലാറ്റിനും ഒരു അതിർവരമ്പുകൾ ഉണ്ടാകും. ശനിക്കൊരു വളയമുണ്ട്, അതാണത്. പിന്നെ നമ്മുടെ വാർദ്ധക്യത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്, നമ്മളെ ആയുസ്സിൻ്റെ ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ ഈ കൃഷികാര്യങ്ങളൊക്കെ ശനി എല്ലാ അധ്വാന മേഖലകളിലും നമ്മുടെ സാധാരണക്കാരും അധ്വാനിക്കുന്ന സാധാരണക്കാരും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ശനിയാണ്. ശനിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ വേദിക് അസ്ട്രോളജിയിൽ പറയുന്നു. അപ്പോൾ അതിൻ്റെ ദൈവം, ഡയറ്റി ശനീശ്വരനാണെന്നും പറയുന്നു. ഇനിയിപ്പോൾ ഈ ശനീശ്വരൻ്റെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് ശനിയും ശനി സംബന്ധമായ കാര്യങ്ങളും കൂടുതൽ നമ്മളെ മനസ്സിൽ കടന്നു വരും. അതിന് അനുബന്ധമായ ചില കഥകളൊക്കെ ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എല്ലാം നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. നിങ്ങൾ തരുന്ന നുറുങ്ങുകൾ, ഞാൻ തരുന്ന നുറുങ്ങുകൾ, അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് പുതിയ ഒരു മേഖല അല്ലെങ്കിൽ പുതിയ ഒരു ആശയങ്ങളൊക്കെ ഉരുത്തുകൂടും. ഞാൻ ശനിയെപ്പറ്റി തുടങ്ങാം. ശനിയുടെ ആദ്യകാലങ്ങൾ പറയും. നിങ്ങൾക്കറിയാം, ശനി സൂര്യപുത്രനാണ്. സൂര്യപുത്രൻ, ഈ ശനിയുടെ ആദ്യ ഭാര്യ സഞ്ജന സൂര്യനെ ഒഴിവാക്കുന്നുണ്ട്. ചൂട് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ സഞ്ജന തന്നെ ചെയ്യുകയാണ്. ഒരു പുതിയ ഒരു സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലോണിങ് എന്നൊക്കെ പറയാം. ഒരു ഛായ, ശനി തന്നെ ഒരു ഛായയാണ്. അപ്പോൾ ഛായ എന്ന ഒരു ദേവിയെ സൃഷ്ടിച്ച്
സൂര്യന് ഏൽപ്പിച്ചു. സൂര്യന് മനസ്സിലാകാത്ത തരത്തിലുള്ളതായിരുന്നു ആ ഛായ. സ്വന്തം ഭാര്യയായ സഞ്ജനയ്ക്ക് തുല്യം. അങ്ങനെ സഞ്ജന ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കാട്ടിലേക്ക് പോകുന്നു. ഈ ഛായയിൽ സൂര്യനുണ്ടായ മകനാണ് ശനി. അപ്പൊ എന്താണ് അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഛായ പൂർണ്ണവും എന്നും എപ്പോഴും ശിവഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. എപ്പോഴും ശിവനെ ധ്യാനിച്ചിരുന്ന ഒരു പതിവ്രതയായിരുന്നു. അപ്പോ സൂര്യന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗർഭകാലത്തൊക്കെ ശനിയെ ഗർഭം ധരിച്ചിരുന്ന കാലത്തൊക്കെ പല പ്രാവശ്യവും വല്ലാതെ ഉള്ള ഒരു സൂര്യദൃഷ്ടി ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും പ്രസവത്തിൽ അതിൻ്റെയൊക്കെ ചെറിയ പ്രത്യാഘാതങ്ങളുണ്ടായി. ശനിയുടെ രൂപം വളരെ ഡാർക്ക് കോംപ്ലക്ഷനാണ്. കറുത്തിട്ടായിരുന്നു ശനി. ഒരു തരത്തിലുള്ള ഒരു നല്ല രൂപത്തിലായിരുന്നില്ല. കണ്ണുകളൊക്കെ വളരെ ആഴത്തിൽ പോയിട്ടുള്ള ഒരു കൃശഗാത്രനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂര്യൻ പ്രകാശം ഒക്കെ അല്ലേ, സൂര്യന് ശനിയോട് വെറുപ്പായിരുന്നു. ശനി ഇതൊന്നും മാനിക്കാതെ ശ്രദ്ധിക്കാതെ ശിവനിൽ അർപ്പിതമായ ഒരു ജീവിതം നയിച്ചു. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് ഈ സൂര്യന്റെ പെരുമാറ്റങ്ങളൊക്കെ ശനിക്ക് പ്രശ്നമായിരുന്നു. അങ്ങനെ ഈ ശിവൻ തൃപ്തനായി, ശനിയുടെ ശക്തമായ പ്രാർത്ഥനയിൽ തൃപ്തനായ ശിവൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് സൂര്യനോട് പറഞ്ഞു, ഇവന്റെ ഈ രൂപത്തിലുണ്ട്, നിറത്തിലൊക്കെ ഉണ്ടായത് സൂര്യന്റെ ആ ഒരു ദൃഷ്ടി കാരണമാണ്. ഇവൻ വളരെ നല്ല ശുദ്ധനായ വളരെ ഭക്തനായ ഒരു ജന്മമാണിത്. ഒരിക്കലും ഈ ശനിയോട് വെറുപ്പ് കാണിക്കരുത്. സൂര്യന് മനസ്സിലായി. പക്ഷേ ശനിക്ക് സൂര്യനോട് അങ്ങനെ ഒരു തൃപ്തിയായ മനോഭാവം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ പരമശിവൻ ശനിക്ക് സന്തോഷം കൊണ്ട് ഒരു ഈശ്വരസ്ഥാനം കൊടുത്തു. നീ നവഗ്രഹങ്ങളിൽ ഒരാളാവുകയും നിനക്കൊരു ഈശ്വരസ്ഥാനവും ഞാൻ തരുന്നു. നീ ഒരു പ്യൂരിഫയർ ആയിരിക്കും. നിനക്ക് ഞാൻ പ്ലാനറ്ററി പൊസിഷനിൽ ഒരു സ്ഥാനവും തരുന്നു ആകാശത്തിൽ. അങ്ങനെയാണ് ശനി നമ്മുടെ നവഗ്രഹങ്ങളിൽ ഒരാളായി വരുന്നത്. ശനി എന്തായാലും ഒരുപാട് ട്രയൽസ് അനുഭവിക്കേണ്ടി വന്ന ഒരു ഗ്രഹമാണ്. അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. മറ്റാർക്കും അനുഭവിക്കേണ്ടി വരാത്ത ഒരു ശാപത്തിന് ശനി വിധേയനാകുന്നുണ്ട്. സ്വന്തം ഭാര്യയിൽ, ധാമിനി എന്ന സ്വന്തം ഭാര്യയിൽ ഒരു ശാപം ഏറ്റുമേടിക്കേണ്ടി വന്നു ശനി. തൻ്റേതല്ലാത്ത കുറ്റം. കാരണം ധാമിനി കല്യാണം കഴിച്ച് കുട്ടികളില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു കുട്ടി വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു സായാഹ്നം നല്ല കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ശനിയെ സമീപിക്കുന്നുണ്ട്. ശനി പ്രാർത്ഥനയിൽ മുഴുകി ഈ ധാമിനിയെ ശ്രദ്ധിച്ചില്ല. അവസാനം കോപിഷ്ഠയായ ഈ പതിവ്രത ശനിയെ ശപിക്കുന്നു. നീ എന്നെ നോക്കിയില്ല, പക്ഷെ ഇനി എൻ്റെ ജീവിതത്തിൽ നീ ആരെ നോക്കിയാലും അവർ നശിച്ചു പോകും, നോക്കുന്ന ഭാഗം ഇല്ലാതാകും. അങ്ങനെ ഒരു വല്ലാത്തൊരു ശാപം കൊടുത്ത് ധാമിനി പോകുന്നു. പിന്നെ ശനി പെട്ടെന്ന് തന്നെ ഇതറിഞ്ഞ് പ്രായശ്ചിത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. പക്ഷേ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അതനുഭവിച്ചല്ലേ പറ്റൂ. അങ്ങനെയാണ് ശനി എന്ത് ചെയ്തു? ആർക്കും ഉപദ്രവം വേണ്ട എന്ന് കരുതി എന്നും താഴോട്ട് നോക്കിയാണ് ശനിയുടെ യാത്ര ഉണ്ടായിരുന്നത്. അതിനും ഒരു ചെറിയൊരു
വിഘ്നം വരുന്നുണ്ട്. പാർവതിയുടെ മകൻ ഗണേശന്റെ ജനിച്ചപ്പോൾ എല്ലാവരും കാണാൻ പോയിരുന്നു. അവിടെ ശനിയും പോയി. പക്ഷെ ശനിക്ക് ഇത് അറിയാമായിരുന്നു, എൻ്റെ നോട്ടം ആ കുട്ടിക്ക് ദോഷം ചെയ്യും. പക്ഷേ പാർവതി നിർബന്ധിച്ചു. ശനി ഗണേശനെ വീക്ഷിച്ചു. ഗണേശന്റെ തല നഷ്ടപ്പെട്ടു. ഉടനെ മഹാവിഷ്ണു ഒരു ആനയുടെ കുഞ്ഞാനയുടെ തല വെട്ടി ഈ കുട്ടിക്ക് സ്ഥാപിച്ചു കൊടുക്കുന്നു. ജീവൻ പുനരാരംഭിക്കും. ഇങ്ങനെയുള്ള കഥകളൊക്കെ ശനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ. ശനി എന്നിട്ട് അത് ആ ഒരു പാപഭാരം സഹിച്ചുകൊണ്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു മുടന്തനായിരുന്നു, അതും ഒരു ശാപത്തിന്റെ ഫലമായിരുന്നു. പിന്നെ ശനി പ്യൂരിഫിക്കേഷന്റെ ഒരാളായിരുന്നു എന്നുള്ള ഒരു കഥ കൂടി ഞാൻ പറയാം. അത് ഹരിശ്ചന്ദ്രന്റെ കഥയാണ്. നമ്മളെല്ലാം വളരെ ഭയപ്പെടുന്ന ഒരു ശനി സ്വഭാവമുണ്ട്, 7.5 ശനി. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യമൊക്കെ 7.5 ശനി അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. 7.5 വർഷമാണത്. അപ്പൊ അത് വളരെ ഒരു പ്രശ്നമുള്ള ഒരു സമയമാണ്. അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. 7.5 ശനി. അങ്ങനെ ഈ 7.5 ശനി, ഹരിശ്ചന്ദ്രൻ എന്ന വളരെ പേരുകേട്ട ഒരു സത്യവാനായ രാജാവ് ഉണ്ടായിരുന്നു. ശനി തൻ്റെ 7.5 ശനിയുടെ ശക്തി മുഴുവനും ഹരിശ്ചന്ദ്രനിലേക്ക് കൊടുക്കുന്നു. ഹരിശ്ചന്ദ്രൻ രാജപദവി നഷ്ടപ്പെടുന്നു, സർവം നഷ്ടപ്പെടുന്നു ഈ കാലത്ത്. പക്ഷേ സത്യം അത് വെടിഞ്ഞില്ല, വാക്കുകൾ പാലിച്ചു. ചുടലകാവൽക്കാരനാകേണ്ട ഒരു സ്ഥിതി വരെ എത്തി മഹാരാജാവ്. അങ്ങനെ 7.5 ശനി കഴിഞ്ഞപ്പോൾ ശനിദേവന് വളരെ തൃപ്തിയായി, വാക്കുകളൊക്കെ പാലിച്ചു. പൂർവാധികം ശക്തിയിൽ ഹരിശ്ചന്ദ്രന്റെ രാജപദവികളും എല്ലാം തിരിച്ചു കിട്ടി. അപ്പോൾ ശനി പറഞ്ഞു, ഞാൻ ആ 7.5 ശനിയുടെ കാലഘട്ടത്തിൽ അതൊരു പരീക്ഷണം കൂടിയായിരുന്നു, പക്ഷെ നീ സത്യത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ ഹരിശ്ചന്ദ്രൻ തിരിച്ചൊരു ശാപം ശനിക്ക് കൊടുത്തു. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിന്റെ എല്ലാ ശക്തികളും കഴിവുകളും 7.5 ശനിക്ക് വരുന്ന പ്രാരബ്ധങ്ങളും ഒരു മാന്യമായി ജീവിക്കുന്ന, സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന ആർക്കും ഇത് ബാധിക്കുകയില്ല. അത് ഞാൻ കൊടുക്കുന്ന ഒരു വരമാണ്. അങ്ങനെ 7.5 ശനി എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് ഒരു വഴി കൂടി ശനി ഹരിശ്ചന്ദ്രനിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് പാഠങ്ങളെ ശനി തരുന്നുള്ളൂ. അതാണ് ശനിയുടെ പ്രത്യേകത. ശനി ഇതൊക്കെ ആണെങ്കിലും ശനിയുടെ വാഹനം എന്താണ്? ഈ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന കാക്കയാണ് ശനിയുടെ വാഹനം. അതൊരു സിംബോളിക്കാണ്. ശനി സാധാരണക്കാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവമാണ്. കാക്കയുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അത് ശനിയെ പോലെ തന്നെയാണ്. സൈഡിലാണ് വീക്ഷിക്കുക. സൈഡ് വീക്ഷണം കാക്കയ്ക്കുണ്ട്. അപ്പോൾ കാക്ക ഈ ശനിയും നമ്മുടെ ഈ ഒരു പൂർവ ജന്മ പുണ്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് കാക്കയും ശനിയുമായിട്ടുള്ള ബന്ധം. ഈ ശനി, ഞാൻ പറയുന്നത് ശനി വളരെ വളരെ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഈ ജ്യോതിശാസ്ത്രത്തിൽ, നമ്മുടെ ഈ വേദിക് അസ്ട്രോളജി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? ഹരിശ്ചന്ദ്രൻ ചെയ്തതുപോലെ ശനിക്ക് ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ശനി ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത് സത്യത്തെയും സന്മാർഗത്തെയാണ്. അത് നമ്മൾ കൈവിടാതിരുന്നാൽ ശനി ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു. ശനി നമുക്ക് എന്നും നമ്മൾ പറയുന്നത് നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു ഗ്രഹമായിട്ട് രൂപാന്തരപ്പെടും. അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മൗൾഡ് ചെയ്തെടുക്കണം. എന്നാൽ നമുക്ക് സേഫായിരിക്കും.
ഇനി ശനി നിങ്ങൾക്കറിയാമല്ലോ, ഈ ജ്യോതിഷത്തിൽ നമ്മുടെ ജാതകത്തിൽ മേടം രാശിയിൽ നീചനാണ്. മേടം രാശിയിൽ നീചനാകുന്നതിന് കാരണം മേടത്തിൽ സൂര്യൻ ഉച്ചനാണ്. സൂര്യനുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പണ്ടേ ശനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എവിടെ സൂര്യൻ ഉച്ചനാവുന്ന അവിടെ നീചനായിട്ട്. കാരണം ഈഗോ ആണ് സൂര്യൻ, ഈഗോയുടെ ശത്രുവാണ് ശനി. ശനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് ഈ ഈഗോ, അധിക കൂടുതലായിട്ടുള്ള ഒരു അഭിമാന സ്വഭാവം. അത് ശനിക്ക് സ്വീകാര്യമല്ല. അധിക പ്രസംഗം എന്നൊക്കെ പറയും, അത് ഒരിക്കലും ശനി സ്വീകരിക്കില്ല. അതുപോലെ തന്നെ സൂര്യന്റെ നീചമായിട്ട് നിൽക്കുന്ന തുലാം രാശിയിൽ ശനി ഉച്ചനാണ്. തുലാം രാശി എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റിഫിക്കേഷന്റെ രാശിയാണ്. അവിടെ എല്ലാം തുലനം ചെയ്യുന്ന ഒരു രാശിയാണ്. അവിടെ ശനി, ആ ഒരു രാശി ശനി ഇഷ്ടപ്പെടുന്നു. അവിടെ ഉച്ചനാണ് ശനി. അവിടെ അത് കോമൺ പ്ലേസ് ആണ്, സാധാരണക്കാരനാണ്. ശനിയുടെ കാരിലുള്ള സ്വാധീനമാണ് ഈ സൂര്യൻ ഉപയോഗിക്കുന്നത്. സാധാരണക്കാരൻ്റെ സ്വാധീനം ഇല്ലെങ്കിൽ ഈ ഈഗോ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ശനിയുടെ ബേസിലാണ് സൂര്യൻ ഈഗോയിസ്റ്റിക് ആകുന്നത്. അപ്പോൾ ശനി ആ ഒരു ഈഗോ, സൂര്യനിലുള്ള ഈഗോ നിയന്ത്രിക്കാൻ എന്നും ശ്രമിക്കും. ശനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ് ഈഗോ. അത് മാത്രമല്ല, ഓവറായിട്ടുള്ള എൻതൂസിയാസം, ആഹ്ലാദം, ഇതൊക്കെ ശനി ലിമിറ്റ് ചെയ്യും. ഇനി ഈ ശനി തന്നെ മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള സമ്പർക്കം, കൺജങ്ഷൻ, യോഗം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എല്ലാ ഗ്രഹങ്ങളിലും ശനി നമ്മൾ പറയുന്നത് പോലെയല്ല. നമ്മളതിൻ്റെ ഡെപ്തിലേക്ക് പോയാൽ ശനി ഒരു സമയം വരെ ഏത് ദോഷങ്ങളെയും നമുക്ക് ആ ശനിദോഷം ബാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് അവിടെ ശനി നമുക്ക് ഗുണഫലങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അഗ്നിമാരുതയോഗം വലിയ ഒരു ദോഷയോഗമായിട്ടൊക്കെ പറയും. പക്ഷേ അത് ആദ്യഘട്ടങ്ങളിൽ ചെറുങ്ങനെ ഉണ്ടായേക്കാം എന്നേ ഉള്ളൂ. അത് പിൽക്കാലങ്ങളിൽ വലിയൊരു ധനയോഗമാണ്. വലിയ ധനയോഗം കാണിക്കുന്നതാണ്. ഈ 2, 11, 9 ഭാവങ്ങളായിട്ടെല്ലാം ബന്ധമുണ്ടെങ്കിൽ അഗ്നിമാരുതയോഗം മരിക്കുന്നവരെ പ്രയോജനപ്പെടും. മറ്റു യോഗങ്ങളെ പോലെയല്ല, മരിക്കുന്നത് വരെ യോഗത്തിന് പ്രാധാന്യം ഉണ്ടാകും. ഇതൊക്കെയാണ് ശനി നമ്മളെ അപ്രോച്ചാണ്. ശനിയായിട്ടുള്ള അപ്രോച്ച് നമ്മൾ പഠിച്ച് അത് നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുപാട്, ആ ചുറ്റുപാടിനോടുള്ള നമ്മൾ അപ്രോച്ച് നമ്മൾ ലെവല് ചെയ്താൽ, അത് ഭംഗിയാക്കി കൊണ്ടുപോയാൽ ശനിക്ക് ഒന്നും നിങ്ങളോട് ചെയ്യാനുണ്ടാവില്ല. ശനിക്ക് അവസരങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്രൊഫഷൻ സൈഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ ശനി വളരെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ പറയുക ശനിക്ക് ഒന്ന് ലോ ആണ്. കാരണം ശനി ലോ അബൈഡിങ് പ്ലാനറ്റാണ്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി, അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ നോക്കിയാൽ there will be ഒരു ശനി സാന്നിധ്യം അവരുടെ ജാതകത്തിലുണ്ടാകും. കാരണം അത് നീതിബോധം, റേഷണലായിരിക്കും അവരൊക്കെ, ശനി നന്നായിട്ടുള്ള ആൾക്കാർ. പിന്നെ എൻജിനീയറിംഗ് ഫീൽഡ്, മെക്കാനിക്കൽ ഫീൽഡ്, കാരണം ശനി എല്ലാത്തിൻ്റെയും ഡെപ്തിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പഠിച്ച് മാത്രം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അത്തരം ഫീൽഡുകളിലൊക്കെ ശനി വളരെ നല്ലതാണ്. മെക്കാനിക്കൽ ഫീൽഡ്, അതുപോലെ തന്നെ മൈനിങ് ഫീൽഡ്, പെട്രോളിയം, അത്തരം ഫീൽഡുകളൊക്കെ ശനിക്ക് അനുയോജ്യമാണ്. ശനി നല്ലതാണെങ്കിൽ അത്തരം ഫീൽഡുകളിൽ നമുക്ക് ജോലി ചെയ്താലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്താലോ ഉയർച്ചയുണ്ടാകും. കൂടാതെ ഈ സർവീസ് മേഖല, ഹിസ്റ്റോറിയൻസ് ആകാം. കാരണം
നമ്മൾ ആ പഴയ കാലത്തെ പറ്റി പഠിക്കും. അത് ശനി അതിൻ്റെ ഒരു ദൈവമാണ്. അപ്പോൾ നല്ല ഹിസ്റ്റോറിയൻസ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. കൂടാതെ ബിസിനസ്, ഈ ഈ ഇൻഡസ്ട്രീസ്, കാരണം ശനി ഇരുമ്പിൻ്റെ കാരകത്വമുണ്ട് ശനിക്ക്. നമ്മൾ നല്ല ഒരു ശനിയുടെ ഒരു പ്രായശ്ചിത്തം അമ്പലങ്ങളിലൊക്കെ ഇരുമ്പിൻ്റെ ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഈവൻ വടക്കേ ഇന്ത്യയിലൊക്കെ വിലപിടിച്ച കല്ലുകളൊക്കെ ഇരുമ്പിൽ കെട്ടി ഉപയോഗിക്കുന്നത് കാണാം. ശനിയുടെ ഒരു ഇരുമ്പോടുള്ള ഒരു പ്രതിപത്തിയാണത്. ഇരുമ്പിനൊരു പ്രത്യേകതയുമുണ്ട്. കൂടുതൽ സഹിക്കും തോറും ഇരുമ്പ് പ്യൂരിഫൈഡ് ആവും. അങ്ങനെ അത് സ്റ്റീലായിട്ടും നല്ല ഹാർഡായിട്ടുള്ള പല ഷൈനിങ് മെറ്റൽസ് ആയിട്ട് രൂപാന്തരപ്പെടും. അതാണ് ശനി. പിന്നെ ഈ സ്കിന്നുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ഈ ലെതർ ഫീൽഡുകൾ ശനി വളരെ നല്ലതാണ്. അത്തരം ഫീൽഡുകളിൽ ശനി ബലവാനാണെങ്കിൽ ഉയർന്ന സ്ഥിതിയിലേക്ക് നമുക്ക് പോകാം. ഓൺടർപ്രീനിയർ ആകാം, ഒരു വ്യവസായം. കാരണം ഡിസിപ്ലിൻ ഉണ്ട് ശനിക്ക്. അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ശനീൻ്റെ ഒരു വലിയൊരു മുദ്രാവാക്യം തന്നെയാണത്. അപ്പോൾ ഹാർഡ് വർക്കിംഗ് ഉണ്ടാകുമ്പോൾ ബുദ്ധിയുമുണ്ട്. പിന്നെ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ഓൺടർപ്രീനർഷിപ്പ് ഒക്കെ നന്നായിട്ട് സക്സസ്ഫുൾ ആകും. ഇതൊക്കെയാണ് ഒരു ശനിയുടെ നമ്മൾ വിലയിരുത്തേണ്ടത്. മറ്റൊരു കാര്യം, ശനിൻ്റെ ആരോഗ്യ സൈഡ് എടുത്താൽ മൊത്തത്തിൽ ശനിയുടെ ഒരു രൂപമുണ്ട്. മെല്ലിച്ച പ്രകൃതമായിരിക്കും ഭൂരിപക്ഷം ആൾക്കാർ. നീണ്ട് ചുരുളൻ തലമുടി, കുറച്ച് ആഴത്തിൽ പോകുന്ന കണ്ണുകൾ, നിറം അത്ര ഷൈനിങ് കുറയും. ഇതൊക്കെ ശനിയുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ശനി, ഞാൻ പറഞ്ഞില്ല, എന്തിൻ്റെയും അടിസ്ഥാനമാണ് ശനി. നമ്മളെ സ്കെലിറ്റൻ ശനിയാണ്. ശരീരത്തിൻ്റെ എല്ലാം അവിടെ ആ സ്കെലിറ്റൻ്റെ മുകളിലാണ് നമ്മൾ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ശനിയാണ്, സ്കെലിറ്റൻ ശനിയാണ്. അപ്പോൾ ബോൺ സംബന്ധമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ശനിയിൽ കൂടി നമുക്ക് പറയാം. മറ്റൊന്ന് സ്കിന്നാണ്, സ്കിൻ പ്രോബ്ലംസ് പറയാം. പല്ലുകളെ പ്രോബ്ലംസ്, അതൊക്കെ ശനിയിൽ കൂടിയാണ് നമ്മൾ. എല്ലുകൾ, പല്ലുകൾ. പിന്നെ നമ്മൾ ജോയിൻറ്റ്, ശരീരത്തിലുള്ള ജോയിൻറ്റ് പെയിൻ ഒക്കെ, കാലുകൾക്കുള്ള എല്ലാ അസുഖങ്ങൾ, ഇതൊക്കെ ശനിയാണ്. അത് നമ്മൾ ജാതകത്തിൽ ശനിദോഷം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് അതിന് വേണ്ട കറക്ഷൻസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ശനി കല്യാണ കാര്യത്തിലൊക്കെ അത്രയൊന്നും ഒരു വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഗ്രഹമാണ്. കല്യാണം വേണം, എല്ലാം വേണം, ലൗകികമായിട്ടുള്ള എല്ലാം വേണം. പക്ഷെ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു ലിമിറ്റേഷൻ വെക്കും ശനി. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, സ്വന്തം ഭാര്യയിൽ നിന്ന് വലിയൊരു ശാപം ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ്. കല്യാണപരമായ കാര്യങ്ങളിലൊക്കെ ശനി വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇറ്റ് ഈസ് എ പ്യൂരിഫിക്കേഷൻ. എന്ത് ലെവലിൽ ശനി പോയാലും ദർ ഈസ് അൾട്ടിമേറ്റ്ലി ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാകും. ആ പ്യൂരിഫിക്കേഷനാണ് നമ്മൾ ഈ ഏഴര ശനിയും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ. ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ. അവൻ സ്നേഹത്തിൻ്റെ അംശങ്ങൾ പ്രവഹിക്കുക, അത് ശനിയാണ് ചെയ്യുക. അങ്ങനെ വന്നാൽ അവന് മോക്ഷമുണ്ട്, അവന് ജീവിതത്തിൽ സാഫല്യം അവനുണ്ടാകും. നമ്മൾ നേടിയത് കൊണ്ട് കാര്യമായില്ല. നേട്ടം നമുക്ക് സംതൃപ്തി തരുന്ന ഒരവസ്ഥ വരണം. അത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രഹമാണ് ശനി. നിങ്ങൾക്കെല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പരിപാടി ഞാൻ നിർത്തുന്നു.